ഞാനിന്ന് ഓണം പ്രമാണിച്ച് ഒരു പലാസോ പാൻ്റാണ്, അതായത് നമുക്ക് തുണി കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇത് ഓണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പലാസോ പാൻ്റാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്ലേറ്റഡ് പലാസോയാണ്. അപ്പോൾ ഞാൻ ലെങ്ത് എടുക്കുന്നത് 38 ഇഞ്ചാണ്. കറക്റ്റ് 38 ഇഞ്ചാണ് ലെങ്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴത്താണെങ്കിൽ പിന്നെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് മടക്കണ്ടാത്ത കാരണം എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് കസവ് ഇതാണ് വന്നേക്കണം. പിന്നെ നമുക്ക് ലെങ്ത് മാത്രം കറക്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ ഈ തുണി എടുത്തേക്കുന്നത് 3 മീറ്റർ തുണി ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുകയാണ് കേട്ടോ. 3 മീറ്റർ തുണിയാണ് ഒരു പലാസയ്ക്ക് നമുക്ക് തന്നേക്കുന്നത്. 3 മീറ്റർ ആണ്. അതാണ് ഞാൻ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്തെടുത്തേക്കുന്നത്. ഇതിന് എങ്കോണിച്ചൊക്കെ ഇരിക്കുമായിരുന്നു, അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തേക്കാണ്. അതിനുശേഷം നമുക്ക് വേണ്ടുന്ന ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് വന്നേക്കുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ ഞാനത് 37 ഇഞ്ചാണ്. ഞാനപ്പോൾ ഒരു 38 എടുക്കുകയാണ്. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ 37 എടുക്കുന്നത്. മുകളിൽ പട്ട വരും. അപ്പോൾ അത് പട്ടയാകുമ്പോഴത്തേക്ക് ഇത് ഇച്ചിരി ലെങ്തിൽ ഇങ്ങനെ കിടന്നില്ലെങ്കിൽ നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. അതാണ് കേട്ടോ. അപ്പോൾ ഈ 38-ൽ നമ്മളതങ്ങ് കട്ട് ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് 38 മതി. അത് നമ്മൾ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ ലെങ്ത് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞാണ് നമ്മൾ സീറ്റൊക്കെ നോക്കുന്നത് തന്നെ കേട്ടോ. ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 40 അപ്പോൾ ആസൻ താഴ്ച വരുന്നത് ഞാൻ സീറ്റിന്റെ 4/1 കണ്ടിട്ട് അതിന്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടിയൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ പട്ടയുണ്ട് 2 ഇഞ്ച്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് അതിന്റെ ലെങ്ത് കുറച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ലെങ്ത് കുറച്ചു. അതിനുശേഷം നമ്മൾ ആസൻ എടുക്കുകയാണ്, അതായത് ക്രോച്ച് ഡെപ്ത് ആണ് എടുക്കുന്നത്. അപ്പൊ ഈ ക്രോച്ച് ഡെപ്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുക്കുന്നത് മുകളിൽ 2 ഇഞ്ച് പട്ട വരും. പിന്നെ നമുക്ക് താഴത്തേക്കുള്ളതാണ്. ഞാനിപ്പോൾ എടുക്കുന്ന ഒരു 8.5 ഇഞ്ചാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്രോച്ച് ഡെപ്ത് ഒക്കെ കാണുന്നത് നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത് സീറ്റിന്റെ 4/1 കണ്ടിട്ട് നമ്മൾ 3/4 ഇഞ്ച് കൂട്ടിയാണ് എടുക്കുന്നത്. ഈ പലാസോ പാൻറ്റിനൊക്കെ നമുക്ക് ഇത്തിരി കൂടെ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പൊ ഞാനിപ്പോൾ എടുക്കുന്നത് ഇവിടെ 8.5 എടുക്കാം, 9 എടുക്കാം. കാരണം മുകളിൽ 2 ഇഞ്ചുണ്ട്, അതുകൊണ്ട്. ഓക്കെ, ഓവർ വരരുത്. ഓവർ വന്നാലും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം താഴെ ഇങ്ങനെ നമുക്ക് നടക്കുമ്പോഴൊക്കെ തട്ടിൽ വരും. അതുകൊണ്ട് ക്രോച്ച് ഡെപ്ത് ആ കറക്റ്റ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ഈ ഷേപ്പ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കേർട്ടിൽ അറിയണം എവിടാണ് ഇതിൻ്റെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ 3 മീറ്റർ എടുത്തു. ഈ 3 മീറ്റർ തുണിയെ ഞാൻ ഇങ്ങനെയാണ് മടക്കി വെച്ചേക്കുന്നുണ്ടോ. അതായത് ആദ്യം 2ആയിട്ട് മടക്കി പിന്നെ ഒന്നുകൂടെ മടക്കി വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് 2 കാലിനുമാണ് കിട്ടേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് ഞാനിത് പ്ലീറ്റ് ഇടാനായിട്ട് ക്രോച്ച് ഡെപ്ത് ആണ് എടുക്കുന്നത് കേട്ടോ. ക്രോച്ച് ഡെപ്ത്. ഓക്കെ, അപ്പൊ ഇത് സിമ്പിളാണ്. പക്ഷെ ഈ സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് തയ്ക്കാനാണ് ഇതിൽ ബുദ്ധിമുട്ട്. ഇത് ഞാൻ ബോക്സ് പ്ലീറ്റ് ഇട്ട് എടുത്തതിന് ശേഷം, പ്ലീറ്റഡ് ആണിത്. അപ്പൊ ഏത് പ്ലീറ്റ് വേണേലും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. പ്ലീറ്റ് ഇട്ടതിന് ശേഷം ആണ്. അപ്പൊ ഇതിന് ലൈനിങ് ഇടണം. കാരണം ഇതിന് ലൈനിങ് ഇട്ടില്ലെങ്കിൽ ഇത് ടിഷ്യൂ ആണ്, ടിഷ്യൂ തുണിയാണ് കണ്ടോ. ലൈനിങ് ഇട്ടില്ലെങ്കിൽ ബോറായിരിക്കും. അപ്പൊ ലൈനിങ് നമുക്ക് വേണമെങ്കിൽ എ ലൈനിൽ കൊടുക്കാം. കട്ട് ചെയ്തിട്ട് ഇതുപോലെ പ്ലേറ്റ് ഇട്ട് നമുക്ക് അതിൽ ചെയ്യേണ്ടി വരത്തില്ല. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഈ ക്രോച്ച് ഡെപ്ത് കട്ട് ചെയ്യാണ്. ഇത് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യാൻ. പിന്നെ നമുക്ക് പട്ട വേറെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാണ് നമുക്ക് പ്ലേറ്റ് ഇട്ട് എടുക്കേണ്ടത് കേട്ടോ. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചെയ്തു പോവാം. പ്ലേറ്റ് ഇട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ അത് തയ്ച്ച് തുടങ്ങാൻ കേട്ടോ. പ്ലേറ്റ് ഇടണം കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഈ പ്ലേറ്റഡ് പലാസോ തയ്ച്ചു കഴിഞ്ഞു കണ്ടോ. ഞാൻ ചെയ്തേക്കണത് കണ്ടാൽ സ്കേർട്ടാണെന്നേ തോന്നുള്ളൂ. ഞാൻ ബോക്സ് പ്ലേറ്റ് ഇട്ടാണ് ഇത് ചെയ്തേക്കണത് കേട്ടോ. പട്ട വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ബോക്സ് പ്ലേറ്റ് ഇട്ടിട്ട് ഇങ്ങനെ കണ്ടോ. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് തയ്ച്ച് നോക്കണം. ഇത്തിരി ബിഗിനേഴ്സിനാകുമ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും. പക്ഷേ ബോക്സ് പ്ലേറ്റ് ഇട്ട് ചെയ്തതിന് ശേഷം പട്ടയൊക്കെ വെച്ച് കൊടുത്ത്, ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക്, അതല്ല പട്ട അല്ലാതാണ് വെക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നല്ല രസമാണ്. ഓണത്തിന് നമുക്കിടാം. ഇതിൻ്റെ ബാക്കി ഡ്രസ്സുകളോട്
കൂടെ ഉണ്ട്. ഞാനപ്പോൾ ഇത് മാത്രമേ ഇന്ന് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് മാത്രം കാണിക്കും. ഇത് കസ്റ്റമറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രം കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ഇട്ടത്. നോക്കിക്കേ, ഇത് കണ്ടോ, ഇതേ കണ്ടോ. ഇത് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്ച്ച് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇതുപോലെ തന്നെയാണ് ഞാൻ ബാക്കിലും ചെയ്തേക്കുന്നത് കേട്ടോ. ബാക്കും ഇത് തന്നെ, ഫ്രണ്ടും ഇത് തന്നെ. ബോക്സ് പ്ലീറ്റ് ഇട്ടാണ് ചെയ്തേക്കുന്നത്. ആ 3 മീറ്റർ തന്നെ, ഞാനിതിൽ നിന്നൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. 3 മീറ്റർ തന്നെ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട്. താങ്ക് യു. ഇതൊരു കാര്യം പറയാൻ മറന്നുപോയി. ബോക്സ് പ്ലീറ്റ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കണം. ലൈനിങ് വെച്ച് അടിച്ചതിന് ശേഷമാണ് നമുക്ക് പോക്കറ്റ് വേണമെങ്കിൽ പോക്കറ്റ് വെക്കാം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പട്ട വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, അത് പറയാൻ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ്. ഓക്കെ, ബൈ.